ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ആ ഒരു മരണം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ചേച്ചി മെൻസ് കമ്മീഷന് വേണം എന്നുള്ള ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള റീസൺ എന്തായിരുന്നു? ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ചേച്ചീൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണോ? ഇത് മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു കേസ് വരുന്ന സമയത്ത് ഇപ്പോൾ പോലീസുകാരെ അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയില്ല. ഒരു കേസ് വരുമ്പോൾ ഇത് സത്യമാണോ, ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കേസുകളിലും ഒരു സൈഡ് മാത്രം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിയമം വരുമ്പം അതും കൂടെ ഒന്ന് പരിഗണിച്ചാൽ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പലരും ജയിലിൽ പോകില്ല. കാരണം ജയിലിൽ പോയി കിടക്കുക അത്ര സുഖമുള്ള കാര്യമല്ല. അതുവരെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന നല്ല ഫാമിലിയും കാര്യങ്ങളും അവരൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ല, നാറിപ്പോകുന്നു കുടുംബം മൊത്തം എന്ന് പറയില്ലേ. ജയിലിൽ കിടന്ന പേര് അങ്ങനെ തന്നെയാണ്. ചെയ്തോ ഇല്ലയെന്നൊക്കെ പിന്നീടല്ലേ. അപ്പം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആ സൈഡും കൂടെ അന്വേഷിക്കണം എന്നുള്ളൊരു തോന്നൽ. കാരണം ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ കറക്റ്റ് അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഓക്കെ, ഇപ്പം ചേട്ടൻ അഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ ചേച്ചി മെൻസ് കമ്മീഷൻ വേണം എന്നുള്ളൊരു വാദമായിട്ട് വരുമായിരുന്നു. എന്നാലും കേസ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ പക്ഷേ തോന്നിയിട്ടുണ്ട് എനിക്ക്. രണ്ടും സ്ത്രീകൾക്ക് കുറച്ചൊരു പരിഗണന കൂടുതലാണ്, അതിൻ്റെ ഒരു അഹങ്കാരം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്തും ചെയ്യാന്നുള്ളൊരു ധൈര്യം ഇപ്പം അത് നല്ലോണം കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പണി ചെയ്യൂലല്ലോ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? ഒരാളുടെ ജീവൻ പോയിട്ട് എന്തെങ്കിലും. നമ്മളൊക്കെ ആണെങ്കിലോ നമ്മൾ ചെയ്യൂല, അത് വേറെ കാര്യം. റീച്ചൊക്കെ വേണമെങ്കിൽ അവരവരുടെ ട്രെയിനിൻ്റെ മുകളിലോ എവിടെയെങ്കിലും കയറി നിന്നിട്ട് വീഡിയോ എടുക്കുകയോ ആത്മഹത്യ ചെയ്യുക, എന്ത് ചെയ്യും. വേറെ ഒരാളെ ലൈഫിലേക്ക് എന്തിനാണ് ഒരാളെ ലൈഫ് വെച്ച് കളിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാനുള്ളത്.